നീറ്റിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. 2024 നീറ്റ് നടക്കാൻ പോകുന്നത് ഈ മെയ് മാസം 5-ാം തീയതിയാണ്. അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ഫൈനൽ നിമിഷത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ കീ പോയിന്റുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, ഇനി നിങ്ങൾ പുതിയ സാധനങ്ങൾ പഠിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നീറ്റ് എക്സാമിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഏറ്റവും ഉപകാരപ്പെടുക. അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ എഴുതിയ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തതായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബയോളജിനെ സംബന്ധിച്ചാണെങ്കിൽ ബയോളജി ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലെ അൾട്ടിമേറ്റ് തിങ്. അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് എത്ര പ്രാവശ്യം വായിക്കാൻ പറ്റുമോ അത്രയും വായിച്ചുകൊണ്ടേയിരിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നതും കൂടെ കണ്ടിന്യൂ ചെയ്യുക, കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ടെക്സ്റ്റ് വായിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം, ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തത്, നിങ്ങൾ എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ ക്ലൈമറ്റ് വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾക്ക് അസഹനീയമായ ചൂടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന കാര്യം സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ റീഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവിക്കുന്നതായിട്ട് കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാരണം, ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വെള്ളം കുടിക്കാത്തതും അതേപോലത്തെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത് അറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവുന്നത് നമ്മൾ തിരിച്ചറിയണം എന്ന് പോലും ഇല്ല. ദാഹമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി വല്ലാണ്ട് എന്താണ്, ഇപ്പൊ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വലിയ ഹൈറ്റുകളിലേക്ക് കയറിയിട്ട് തെന്നി വീഴാതിരിക്കുക, അല്ലെങ്കിൽ വണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. കാരണം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് വീഴുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ആഹാര കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ചില കുട്ടികളുടെ പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, ഇപ്പം എക്സാമിനോട് അടുക്കുമ്പോഴേക്കും എന്താണ്, ആഹാരക്രമത്തിൽ ചേഞ്ച് വരുത്താം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതൊന്നും ചെയ്യരുത്. നിങ്ങൾ ഇത്രയും ദിവസം എന്താണോ റുട്ടീൻ ഫോളോ ചെയ്തിരുന്നത് അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്നൊരു ദിവസം എന്താണ് നിങ്ങളുടെ റുട്ടീനിൽ മാറ്റം വരുത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. ചില ആൾക്കാർ ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പുറത്തുനിന്ന് അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, തണുത്ത വെള്ളം കുടിച്ചിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുത്താതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നിങ്ങൾക്കുള്ള കൺസേൺസ് എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ്സ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തു തരാം. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം റെഡിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ കൺസേൺസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ സീ യു.